കായംകുളം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭ BJPയിലേക്ക് പോകാൻ കൃത്യമായിട്ടുള്ള നീക്കം നടത്തുകയാണ്. BJPയുടെ വനിതാ തീപ്പൊരി പ്രാസംഗികയും നേതാവുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ കൂടിക്കാഴ്ച നടത്തി ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാൻ തയ്യാറാവുകയാണ് എന്നാണ് നിരവധിയായിട്ടുള്ള വാർത്തകൾ വരുന്നത്. എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പ്രതിഭ ഹരി വാസ്തവത്തിൽ ഇത്തരത്തിലൊരു ആത്മഹത്യാപരമായ നടപടി സ്വീകരിക്കുമോ? വലിയ രീതിയിലുള്ള ചോദ്യമാണ്. നമുക്കറിയാം, നിലവിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭ ഹരിയുടെ മകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കനിവ് എന്നായിരുന്നു അവരുടെ മകൻ്റെ പേര്. അവരുടെ മകന് ഒരു വലിയ കോക്കസുമായി, അതായത് കഞ്ചാവ് സംഘവുമായി അടുപ്പമുണ്ട്. നിരവധി ഡ്രഗ് മാഫിയകളുമായുള്ള ഒരു ബന്ധത്തിലേക്ക് വഴിതെറ്റിപ്പോയതാണോ എന്ന വലിയ ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉണ്ടായപ്പോൾ പ്രതിഭ ഹരി ചില റിപ്പോർട്ടർമാരുടെ, മാധ്യമപ്രവർത്തകരുടെ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളൊക്കെ വേറെ വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന രീതിയിൽ അവരുടെ തൊഴിലിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വിവാദ പരാമർശങ്ങൾ പലതും നടത്തിയതാണ്. എന്നാൽ BJPയിലേക്ക് പോകുന്നതിലും പല ആത്മഹത്യാപരമായ കാര്യമുണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട്. സുധാകരൻ കൃത്യമായി പ്രതിഭ ഹരിയോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലേക്ക് പോകാൻ എന്താണ് ഇത്ര താമസം എന്ന വലിയ ചോദ്യമാണ്. കാരണം അഡ്വക്കേറ്റ് M. ലിജു ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. നിലവിൽ KPCCയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള M. ലിജു കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുധാകരനായിരുന്നാലും പ്രതിഭ ഹരി ആയിരുന്നാലും അവരൊക്കെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയാൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ളതും M. ലിജു പറയുന്നുണ്ട്. പ്രതിഭ ഹരി BJPയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാഭാവികമായും CPIM പ്രതിഭ ഹരിയെ ഒറ്റപ്പെടുത്താൻ നാളുകളേറെയായി ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയായി പറയപ്പെടുന്നുണ്ട്. സുധാകരൻ കോൺഗ്രസിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടത് ഇന്നും ഇന്നലെയല്ല. 2021 അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അനുമതി നിഷേധിച്ച നിമിഷം മുതൽ അദ്ദേഹത്തിന് പകരമായി H. സലാമിനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആക്കി CPIM പ്രഖ്യാപിച്ചത് ശരിക്കും അവിടെയുള്ള SDPI ടീമുകളുടെ കുബുദ്ധിയാണ് എന്നുള്ളത് വാസ്തവമാണ്. വാസ്തവത്തിൽ ഇവർക്കെതിരെ CPIMനെതിരെ ഏറ്റവും കാർക്കശ്യത്തോടെ പെരുമാറിയിരുന്ന ഒരു നേതാവാണ് പ്രതിഭ ഹരി. ആ പ്രതിഭ ഹരിയെ എങ്ങനെയും തകർക്കുക എന്നുള്ളത് AM ആരിഫിൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട R. നാസർ അടക്കമുള്ള നേതാക്കളുടെയും പ്രധാന പണിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും BJPയിലേക്കാണ് പ്രതിഭയെങ്കിൽ അത് ചവറ്റുകുട്ടയിൽ പോകുന്നതിന് തുല്യമാണ് എന്ന് പല നേതാക്കളും തുറന്നടിക്കുന്നു.